90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ഒരു ബാങ്ക് മാനേജർ തന്റെ ഓഫീസിൽ ജീവനൊടുക്കിയത് കഴിഞ്ഞ ദിവസമാണ്. ഞെട്ടലോടെയാണ് ഈ വാർത്ത നമ്മൾ കേട്ടത്. സ്വപ്നയുടെ മരണം നഷ്ടമുണ്ടാക്കിയത് ഒരുപക്ഷെ അവരുടെ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആകാം. പക്ഷേ ഈ മരണം ഉയർത്തുന്ന ചോദ്യങ്ങൾ ഒട്ടനവധിയാണ്. കനറ ബാങ്ക് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ശാഖാ മാനേജർ KS സ്വപ്നയുടെ മരണത്തെ തുടർന്ന് ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് ആര് എന്നാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ന്യൂസ് ഈവനിംഗിലെ അതിഥികൾ: ബാങ്കിംഗ് ധനകാര്യ വിദഗ്ധൻ S. ആദികേശവൻ, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് K. ജയകൃഷ്ണൻ, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി അംഗം H. ശ്രീകുമാർ, ഒപ്പം മുത്തൂറ്റ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി നിഷ K. ജയൻ എന്നിവരാണ്. ആദ്യം എൻ്റെ ചോദ്യം നിഷ K. ജയനോടാണ്. നിഷ, ഒരു ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ, ഒരമ്മയുടെ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകളായി മാധ്യമങ്ങളിലൂടെ കണ്ടത്. അവർ ഒട്ടേറെ പ്രതീക്ഷകളോടെയാണ്. നമുക്കൊക്കെ അറിയാം, ബാങ്ക് ജോലി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മധ്യവർഗത്തിലൊക്കെ ഉള്ള ഏതൊരു ആളുടെയും സ്വപ്നമായിരിക്കാം. അത്തരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ പിന്നീട് പ്രത്യേക കോച്ചിങ്ങിനൊക്കെ പോയി ടെസ്റ്റ് എഴുതി പാസ്സായി കിട്ടുന്ന ജോലി, സമൂഹത്തിൽ നല്ലൊരു സ്റ്റേറ്റസ് ഉണ്ട്, അത്യാവശ്യം കൊള്ളാവുന്ന ശമ്പളമുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ജോലിയാണ് ബാങ്ക് ജോലി എന്ന് പറയുന്നത്. ഈ ഇത്തരത്തിലേക്ക് കൊതിച്ചിരുന്ന് കിട്ടിയൊരു ജോലി തന്നെയായിരിക്കാം സ്വപ്നയ്ക്കും ഇത്. പക്ഷേ അവർക്കുണ്ടായത് എന്താണ്? അങ്ങേയറ്റം നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുന്ന ഒരു വിധിയാണ് അവർക്കുണ്ടായത്. ഇത് ഞെട്ടലുണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. പക്ഷേ ഇത് വിരളമായി സംഭവിക്കുന്ന ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് മറുപടി. കാരണം ഇത്തരത്തിലേക്കുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തു നിന്നുണ്ട്, ഗുരുവായൂരിൽ നിന്നും പാലക്കാട്ടിൽ നിന്നും ഒക്കെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടതാണ്. രാജ്യത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വാർത്ത, ഇത്തരത്തിലേക്കുള്ള വാർത്ത. ബാങ്ക് മാനേജർമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, ബാങ്കിലെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ ഇത്തരത്തിലേക്കുള്ള ആത്മഹത്യകളെക്കുറിച്ച്, അവർ ജീവൻ വെടിയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ, അതിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ജോലി സമ്മർദ്ദം താങ്ങാൻ കഴിയുന്നില്ല എന്നതാണ്. ഇത് ഇത്തരത്തിലേക്ക് ഇത്ര ഒരു പ്രഷർ കുക്കറിൻ്റെ അവസ്ഥയിൽ ജീവിക്കുന്നവരാണോ ബാങ്ക് ഉദ്യോഗസ്ഥർ? പ്രത്യേകിച്ച് അതിൻ്റെ ഏറ്റവും തലപ്പത്തേക്കൊക്കെ ഇരിക്കുന്നവരുടെ ഒരു അവസ്ഥ ഇങ്ങനെയാണോ? അത്തരത്തിലേക്ക് പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്. അസോച്ചമിൻ്റെയൊക്കെ പഠന റിപ്പോർട്ട് അതാണ് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. തീർച്ചയായും. അതായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനിപ്പോൾ പിരിച്ചുവിടപ്പെട്ട ഒരു തൊഴിലാളിയാണ്. അതിൻ്റെ കാരണം ഏകദേശം എല്ലാവർക്കും അറിയാം. ഞങ്ങളൊരു യൂണിയൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്, ഒരു തൊഴിലാളി സംഘടന രൂപീകരിച്ചു എന്നുള്ളതാണ്. ആ സംഘടന രൂപീകരിക്കാനുണ്ടായ കാരണം തന്നെ ഇതേപോലെയുള്ള പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ഞങ്ങളെല്ലാവരും. ഞാൻ NBFC ആണ്, അതായത് നോൺ ബാങ്കിങ് മേഖലയിലുള്ള സ്ഥാപനങ്ങളിലുള്ള യൂണിയനാണ് ഞങ്ങളുടെ യൂണിയൻ. ഇത് പ്രഷർ കുക്കർ എന്ന് പറയുന്നത് അങ്ങേയറ്റം, അതിൽ ഏറ്റവും മാക്സിമം പറയാവുന്ന ഒരു വേർഡ് തന്നെയാണ് പ്രഷർ കുക്കർ. അത് തന്നെയാണ് അവസ്ഥ. ബാങ്കിങ്ങിൻ്റെ ഒരു പഴയകാല ബാങ്കിങ് അനുഭവങ്ങളല്ല ഇപ്പം ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളൊക്കെ മുത്തൂറ്റ് ഫിനാൻസിൽ ഉൾപ്പെടെയുള്ള ഇപ്പം ഈ മേഖലയിലുള്ള സ്ഥാപനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, കട്ടിൽ തുടങ്ങി, നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കട്ടിൽ തുടങ്ങി, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, അത് തുടങ്ങി സ്വർണം, എല്ലാ സാധനങ്ങളും ബാങ്കിലൂടെ വിൽക്കപ്പെടുകയാണ്. അതുപോലെ എല്ലാ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളും ബാങ്കിലൂടെ വിൽക്കപ്പെടുകയാണ്. നോൺ ബാങ്കിങ് മേഖലയിലുള്ള ഗോൾഡ് ലോൺ ആണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എങ്കിൽ കൂടി അതല്ല മെയിനായിട്ടും ഈ മാനേജ്മെൻറ്റുകൾ ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ വളരെ നല്ല രീതിയിൽ ഇൻകം കിട്ടുന്ന പല പ്രൊഡക്റ്റുകളും നമ്മളിലൂടെ വിൽക്കുക, അതിൽ മാക്സിമം പ്രഷർ ചെയ്യുക, അതിലുള്ള ഓരോ തൊഴിലാളികളും ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുക. അത് ചെയ്തില്ല എങ്കിൽ വൈകുന്നേരം വീട്ടിൽ പോകാൻ നേരത്ത്, അതായത് 5:30 കഴിയുമ്പോൾ ഷട്ടർ ഇടാൻ സമ്മതിക്കില്ല. അതിനുവേണ്ടി കങ്കാണിമാരെ പോലെ പണിയെടുക്കുന്നത്, നിങ്ങൾ ആലോചിച്ച്, ഏറ്റവും അതിൽ പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല വേർഡ് അത് തന്നെയാണ്. പഴയ കാലത്ത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കങ്കാണിമാർ എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിരുന്നു. അതായത് ഇവരെ പണിയെടുക്കുന്നുണ്ടോ നോക്കാനും ശിക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടർ, റീജിയണൽ മാനേജർമാർ, ഏരിയ മാനേജർമാർ എന്ന് പറയുന്ന രീതിയിൽ പേരിട്ട് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവരെ കൊണ്ട് നമ്മളെ മാക്സിമം പ്രഷർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. വൈകിട്ട് 5:30 ആകുമ്പോൾ റിപ്പോർട്ട് കൊടുക്കുമ്പം ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പിറ്റേ ദിവസം രാവിലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ.
അതേ രീതിയിൽ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നോൺ ബാങ്കിങ് മേഖല. അത് ഇതുവരെ ബാങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാങ്കും ആ രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അനവധി പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുക ഉള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അത് മാത്രമല്ല, ഇപ്പം മരണപ്പെട്ട ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബിടെക് അതൊക്കെ പാസ്സായിരിക്കുന്ന ആളുകളാണ് ഇപ്പം ബാങ്കിലേക്ക് ജോലിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയ ഒരു അവസ്ഥയല്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രഷർ എന്ന് പറയുന്നത് താങ്ങാവുന്നതിലപ്പുറമാണ്. മറ്റുള്ള ഇത്രയും നല്ല ജോലി കിട്ടി, അത്യാവശ്യം നല്ല രീതിയിൽ ശമ്പളമുണ്ട്. അപ്പം ആ ഒരു രീതിയിലുള്ള സാമൂഹികമായിട്ടുള്ള അവരുടെ അതായത് കുടുംബപരമായിട്ടുള്ള അവരുടെ വളർച്ച, അവരുടെ ജീവിതം, അതൊക്കെ ആ രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമമാണ് അവർ ബാങ്കുകളിൽ നിന്ന് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം അത് വെളിവാകുന്നത്. നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു യൂണിയൻ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ യൂണിയൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ഇരയാണ്, അതൊരു ഏറ്റവും വലിയ ഒരു തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. 164 തൊഴിലാളികളെയാണ് മുത്തൂറ്റ് ഫിനാൻസിൽ നിന്ന് ഈ ഒരു കാരണം കൊണ്ട് പിരിച്ചുവിടപ്പെട്ടത്. ശരി, നമ്മൾക്ക് എന്തിനാ യൂണിയൻ? നമ്മൾ ഒരിക്കലും ശരി, ഞാൻ ഈ ചർച്ചയിലേക്ക് എത്താം. ഇപ്പോൾ MV ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് തത്സമയം പോയതിനു ശേഷം. യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. UDF സമാധാന യോഗം ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. അത് അക്രമത്തിന് പ്രചോദനമായി. LDF സർക്കാരിനും CPM-നും ഇടതുപക്ഷത്തിനുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരവേലക്കാണ് ഇപ്പോൾ UDF നേതൃത്വം കൊടുക്കുന്നത്. മൻസൂറിന്റെ കൊലയാളികളെയും അറസ്റ്റ് ചെയ്യണം. തുടർന്ന് വിലാപയാത്രയുടെ മറവിൽ നടന്ന കടകളും വീടും സ്റ്റുഡിയോയും ബസ് ഷെൽട്ടറും ഓഫീസുകളും കത്തിച്ചവർക്കെതിരായിട്ടുള്ള നടപടിയും സ്വീകരിക്കണം. ഇതാണ് നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അതോടൊപ്പം സമാധാന യോഗം ബഹിഷ്കരിച്ചവർ അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ ഭരണകൂടം കൊണ്ടുവരുന്ന സമാധാന സംരംഭവുമായി സഹകരിക്കുകയാണ് വേണ്ടത്. രതീഷിനെതിരെ FIR-ൽ 2ാം പ്രതിയാക്കി പേരിട്ടത് ലീഗ് അല്ലല്ലോ, പോലീസല്ലേ? അപ്പോൾ പോലീസാണോ ഈ മരണത്തിന് ഉത്തരവാദി എന്നാണോ ജയരാജൻ? ഐസക്കിന് ഇത് എവിടുന്ന് വിവരം കിട്ടി? FIR-ന്റെ കോപ്പി ഉണ്ട് എന്തെങ്കിലും? FIR ആര് കൊടുത്തതാ? FIR ഇടുന്നതാരാ? പോലീസല്ലേ? അല്ല, അതാണ് ആദ്യം. നിങ്ങൾ IPCയെ പറ്റി പ്രാഥമിക പരിജ്ഞാനം വേണം. അതിൽ പറയുന്നത് റഫീഖിന്റെ മൊഴിയാണ്. റഫീഖ് ലീഗിന്റെ പ്രവർത്തകനാണ്. ലീഗിന്റെ പ്രവർത്തകനായ റഫീഖ് 11 ആളെ പ്രതിയായി പറഞ്ഞിട്ടുണ്ട്. FIR കണ്ടിരിക്കുമല്ലോ. FIR-ന്റെ ഒരു കള്ളിയിൽ ഇവരുടെ എല്ലാം പേരിന്റെ തൊട്ടടുത്ത് മേൽവിലാസം സംബന്ധിച്ച് റഫീഖ് പറയുന്നത് നോട്ട് നോൺ എന്നാണ്. ഇത് മൻസൂറിന്റെ വീട്ടിൽ നിന്ന് 5 വീട് ഇപ്പറാണ് രതീഷിന്റെ വീട്. രതീഷ് ആ സംഭവത്തിലേ ഇല്ല. രതീഷിന്റെ പേര് കളവായി പറഞ്ഞതാണ്. ആ പേരിവർ പറഞ്ഞതാണ് 11 ആളുകൾ പ്രതിയായി വരാൻ കാരണം. സംഭവം നടക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഇല്ലാതിരുന്നയാൾ പ്രതിയായിട്ടുണ്ട്. അപ്പോൾ റഫീഖ് എന്ന് പറയുന്ന ലീഗ് പ്രവർത്തകന്റെ മൊഴിയെ അടിസ്ഥാനമാക്കി അന്യായമായി കേസിൽ പ്രതിയാക്കപ്പെട്ടതിൽ മനം നൊന്നിട്ടാണ് തൻ്റെ മകൻ രതീഷ് മരണപ്പെട്ടത് എന്നാണ് അമ്മ കൊടുത്ത പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ FIR-ൽ പേര് വന്നത് മാത്രം എടുത്ത് നിങ്ങൾ ഇവരെല്ലാം പ്രതികളാണെന്ന് കണ്ടെത്തിക്കൂടാ. റഫീഖ് കൊടുത്ത മൊഴിയല്ലേ. സാമാന്യമായി ഐസക്കിന് ഒരു 15 ആൾ തല്ലുന്നു എന്ന് വിചാരിക്കുക. ഐസക്ക് ആ 15 ആളുടെ പേര് ഓർത്തിട്ട് പറയോ? എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല. 2-3 ആൾ അല്ലെങ്കിൽ ഒരു 4-5 ആൾ ഓർത്ത് പറയാം. ബാക്കിയുള്ളവർ കണ്ടാൽ അറിയുന്നവർ എന്ന് പറയും. 11 പേരാണ് മൊഴിയിൽ കൊടുത്തത്. അത് തന്നെ പേര് ചേർത്തത് മേൽവിലാസം നോട്ട് നോൺ. റഫീഖിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളുടെ പേര് പറഞ്ഞിട്ട് മേൽവിലാസം നോട്ട് നോൺ. ഒന്നുമില്ലെങ്കിൽ പിതാവിൻ്റെ പേര് പറഞ്ഞുകൂടെ? അപ്പം ഇതെല്ലാം ദുരൂഹമാണ്. കളവായി പ്രതികളെ ചേർത്തിട്ടുണ്ട്. അത് പോലീസ് അന്വേഷിക്കണം. അതാണ് രതീഷിൻ്റെ മരണത്തിൽ ദുഃഖമനുഭവിക്കുന്ന പത്മിനിയുടെ പരാതി. പ്രതിയായി ആളുകളെ കളവായി ചേർക്കാൻ പറ്റൂല. അത് പോലീസ് കണ്ടെത്തട്ടെ. ഇപ്പോൾ ഒരു പരാതിയാണ് വന്നിട്ടുള്ളത്.
ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കട്ടെ. അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ സത്യസ്ഥിതി മനസ്സിലാവും. അപ്പം കളവായി ഒരാളെയും പ്രതിയാക്കാൻ പാടില്ല. എന്നാൽ സംഭവത്തിൽ പങ്കാളിയായ ആളുകളെ പ്രതിയാക്കുന്നതിന് ആരും എതിർക്കുന്നില്ല. ഇവരുടെ പാർട്ടി ഇതിനെ പൂർണ്ണമായി തള്ളിപ്പറയുമ്പോഴും പാർട്ടി ലോക്കൽ സെക്രട്ടറി പ്രതിപട്ടികയിലുണ്ട്, ലോക്കൽ കമ്മിറ്റി അംഗമുണ്ട്, ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളുണ്ട്. ഇവരൊക്കെ പ്രതിപട്ടികയിൽ വന്നതും ഇതുപോലെ വ്യാജമായിട്ടാണ്. ഏതായാലും നൗഫലിനെ പോലെ ഐസക്കും ഉള്ളിലുള്ളത് തികട്ടി വരികയാണ്. ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാഗ്രഹം ഉണ്ടാവാം, പക്ഷെ മനസ്സിലാഗ്രഹിച്ചിട്ടെന്താ കാര്യം? സത്യമാവണ്ടേ? പാനൂർ കൊലക്കേസിൽ പ്രതി ആക്കപ്പെട്ട രതീഷിനെ അദ്ദേഹം യഥാർത്ഥത്തിൽ പ്രതിയല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് MV ജയരാജൻ. ഇപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് തിരികെ പോവുകയാണ്. ശ്രീ S ആദികേശവൻ, മുൻപൊക്കെ ബാങ്കിംഗ് മേഖലയിൽ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും അനുഭവസ്ഥരായ പലരും എഴുതുന്ന അല്ലെങ്കിൽ വിവരിക്കുന്ന കുറിപ്പുകളിൽ കാണുന്ന ഒരു വാചകമാണിത്: മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല എന്നത്. ഇപ്പോഴെന്തുകൊണ്ട് ഇങ്ങനെയാകുന്നു എന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമല്ലേ? ഇപ്പോൾ നമുക്കറിയാം ആഗോളവത്കരണ നയമുണ്ട്, ബാങ്കിംഗ് മേഖല അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ജീവനക്കാരുടെ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്, അവരുടെ മാനസിക സമ്മർദ്ദമുണ്ട്, തൊഴിലിടത്തെ സമ്മർദ്ദം താങ്ങാനാകാതെ അവർ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത 2016 ഇത്തരത്തിലൊരു ബാങ്ക് ഓഫീസർ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് 1-ാം പേജ് വാർത്തയായിരുന്നു പത്രത്തിൽ. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് അത് ഒരു വാർത്ത പോലും അല്ലാതാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇതെന്തുകൊണ്ടാണ് ഇത് ഇത്തരത്തിലേക്ക് ബാങ്കിംഗ് മേഖലയുടെ ഈ അരക്ഷിതാവസ്ഥ ഇത്തരത്തിൽ അവിടുത്തെ തൊഴിലാളികളെ കൂടി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയത്? അനുജ, ആദ്യമേ തന്നെ വളരെ ദുഃഖകരമായ ആ സംഭവത്തിൽ നമുക്കെല്ലാം സഹോദരിയായിരുന്ന ആ സ്വപ്ന എന്ന് പറയുന്ന സ്ത്രീയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമുക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന, കാരണം സഹോദരിമാർ നമുക്കുണ്ട്, നമ്മുടെ വീട്ടിലും പണിക്ക് പോകുന്ന ജോലിയിൽ ബാങ്കിലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. അതേപോലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 2 മാന്യ സുഹൃത്തുക്കളും ഇതേപോലെ എന്നെപ്പോലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വേദന നമ്മൾ ഉൾക്കൊള്ളുന്നു, അതിന് മനസ്സിലാക്കുന്നു. ഇനി പക്ഷേ ഈ ചർച്ചയിൽ ഞാൻ ആ വ്യക്തിയുടെ പേര്, നമ്മുടെ സഹോദരിയുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു വ്യക്തി അധിഷ്ഠിതമായ പ്രശ്നമായിട്ടല്ല ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതെ, തീർച്ചയായും. ബാങ്കിങ് മേഖലയിൽ പൊതുവെ സമ്മർദ്ദമുണ്ടോ, ആ സമ്മർദ്ദം എത്രത്തോളമുണ്ട്, ആ സമ്മർദ്ദം കാരണം ആൾക്കാർ ആത്മഹത്യയുടെ വക്കിലേക്ക് ചെല്ലുന്ന രീതിയിലുള്ള ഒരു വർക്ക് അറ്റ്മോസ്ഫിയറാണോ ബാങ്കുകളിലുള്ളത്? പിന്നെ ബാങ്കുകളും, നമ്മൾ നേരത്തെ സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരി നിഷ, അവർ പറഞ്ഞത് ഒരു NBFCയിലെ അനുഭവത്തിനെ കുറിച്ചാണ്. അതും വ്യക്തിപരമായ ഒരു NBFCയുടെ കാര്യമായതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ NBFC മേഖലയിൽ പ്രവർത്തിച്ച് പരിചയമില്ലാത്തതുകൊണ്ടും ഒരു സ്ഥാപനത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടും അതിനെക്കുറിച്ചും പ്രത്യേകിച്ച് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ബാങ്കിങ് മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയില്ലേ, ഒരു 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 ഇതിനെക്കുറിച്ചുള്ള ശരിക്കുമുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകാൻ വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന 1-2 കണക്കുകളുണ്ട്. ഇന്ത്യയിൽ ആകമാനം ഏകദേശം 9.5 ലക്ഷത്തോളം ബാങ്ക് എംപ്ലോയീസാണുള്ളത്. പൊതുമേഖല, സ്വകാര്യ മേഖല, ബാങ്കുകളിലടക്കം. അതിൽ 3.5-4 ലക്ഷത്തോളം, കണക്കുകളൊക്കെ ഒരുപക്ഷെ എന്നെക്കാളേറെ വളരെ വ്യക്തമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറയും, 3.5-4 ലക്ഷത്തോളം ആൾക്കാർ ഓഫീസർ തലത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു 3.5-4 ലക്ഷം ആൾക്കാർ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ആൾക്കാരും, പിന്നെ സപ്പോർട്ട് സ്റ്റാഫ്, നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്യൂൺ അല്ലെങ്കിൽ മെസ്സഞ്ചർ എന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ 9 ലക്ഷം വരുന്ന ഒരു വർക്ക് ഫോഴ്സ്, 9 ലക്ഷം ഫാമിലീസും, അതും കൂടി ആലോചിക്കണം. 9 ലക്ഷം കുടുംബങ്ങൾ ബാങ്കിങ് മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നു. ആ കണക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ജോലിയിലെ സമ്മർദ്ദം മൂലം ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത ബാങ്കിങ് മേഖലയിൽ ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കാൻ തയ്യാറല്ല. ഞാൻ 1985 സ്റ്റേറ്റ് ബാങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്നോളം ജോലി ചെയ്ത കാലഘട്ടത്തിലെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും എന്ന പോലെ തന്നെ, ഇപ്പോൾ മീഡിയയിൽ പ്രവർത്തിക്കുന്ന അനുജ, നമുക്കറിയാം മീഡിയ തമ്മിൽ ബ്രേക്കിംഗ് ന്യൂസ്, ഏതെങ്കിലും ഒരു വാർത്ത മിസ് ചെയ്താൽ ഉടനെ സമ്മർദ്ദം ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കുണ്ടാവും. അയ്യോ, നമ്മുടെ ചാനലിന് ആ വാർത്ത കിട്ടിയില്ലല്ലോ, മറ്റൊരു ചാനലിന് കിട്ടിയല്ലോ എന്നുള്ളൊരു സമ്മർദ്ദം
ഒന്നുകിൽ ലേഖകന് അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ അവതാരകന് തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്കെല്ലാം അറിയാം. കളിക്കുന്ന കളിക്കാരുടെ കാര്യം എടുത്തു നോക്കും. അപ്പോൾ സമ്മർദ്ദം എന്ന് പറയുന്നത് ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ബാധിക്കുന്ന പ്രശ്നം മാത്രമല്ല. സമ്മർദ്ദം എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാർക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ കോവിഡിൻ്റെ വ്യാപനം, വ്യക്തിബന്ധങ്ങളുടെ സാമൂഹിക ബന്ധങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ 25-30 വർഷമായിട്ട് ധാരാളം മാറ്റങ്ങൾ. ഇപ്പോൾ എന്നെപ്പോലെ ഒരു 2 ജനറേഷൻ, അതായത് ഇന്ന് എനിക്ക് 58 വയസ്സായി, ഇന്ന് 25, 23, 22 വയസ്സ് പ്രായമുള്ള എൻ്റെ മക്കളെക്കാളും കുറവ് പ്രായമുള്ള ആൾക്കാർ ബാങ്കിലേക്ക് ജോലിക്ക് കടന്നു വരുന്നു. ഈ 2 ജനറേഷൻ്റെയും കാഴ്ചപ്പാടും മൂല്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. അപ്പം നാം കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ ഞാൻ സ്റ്റേറ്റ് ബാങ്കിൻ്റെ വക്താവായിട്ടുള്ള ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ട്രെയിനിങ് ഇതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, ഇന്ന് ബാങ്കിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകിച്ച് സ്ട്രെസ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള പ്രോഗ്രാംസ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ 85 ജോയിൻ ചെയ്തപ്പോൾ എനിക്കറിയാം, എൻ്റെ ഫസ്റ്റ് സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം പ്രോബബ്ലി 10 വർഷത്തിന് ശേഷമായിരിക്കാം ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷേ ഇന്ന് കടന്നു വരുന്ന യുവാക്കളുടെ കാര്യം 2-3 വർഷം കഴിയുമ്പോൾ തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം അവർക്ക് വേണ്ടി നടത്തപ്പെടുന്നു എന്നുള്ളത് എന്താണ് സൂചിപ്പിക്കുന്നത്? സ്ട്രെസ്സിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നു, സമൂഹത്തിൽ കൂടുന്നു, സ്ഥാപനങ്ങളിൽ കൂടുന്നു. അതുകൊണ്ട് സ്ട്രെസ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യകത കൂടുന്നു. അതിനുവേണ്ടി സംഘടനകളും ബാങ്കുകളും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്ട്രെസ് ഈസ് എ ഫാക്ട് ഓഫ് ലൈഫ്. അതിപ്പോൾ കളിയായാലും ശരി. സഞ്ജു സാംസന്റെ കാര്യം എടുത്തു നോക്കൂ. കുറേ നാൾ മാറി നിന്നപ്പോൾ ശരിക്കും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് തന്നെ ബാധിക്കപ്പെട്ടു എന്നുള്ളത് പറഞ്ഞു. എന്തിന് സഞ്ജു സാംസന്റെ കാര്യം പറയണം? സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒരു ബാറ്റ് എൻ്റെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായി എന്ന് പറഞ്ഞ ഒരു അനുഭവം സച്ചിൻ ടെണ്ടുൽക്കർ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയിൽ വരുന്ന ഒരു കാര്യമേ അല്ല. അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളത് വ്യക്തികളും സമൂഹവും സംഘടനകളും യൂണിയൻസും അസോസിയേഷനും മാനേജ്മെൻറ്റും ഒക്കെ തീർച്ചയായിട്ടും കാതലായ ഒരു പ്രശ്നമായി അംഗീകരിച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി, കാരണം ഒരാൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സമയത്തിനെക്കുറിച്ച് ഞാൻ ബോധവാനാണ്. ആദ്യം ആമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം, പൊതുമേഖലാ ബാങ്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫോമൻസ് അഥവാ ഇല്ലെന്ന് വെച്ച്, അതായത് ജോലിയിൽ ഒട്ടും മികവ് കാണിച്ചിട്ടില്ല, ജോലിയിൽ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് ഒരു വ്യക്തിയെപ്പോലും ഇന്ന് വരെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ഇതുവരെ പുറത്താക്കപ്പെട്ടിട്ടില്ല. ഒരു ജീവനക്കാരനെ പോലും പുറത്താക്കപ്പെട്ടിട്ടില്ല. ഇനി ജോലിയിൽ മികവ് കാണിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് ഡിസിപ്ലിനറി ആക്ഷൻ പോലും, അത് ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, എൻ്റെ 35 വർഷത്തെ അനുഭവത്തിൽ പലതരം ഡിസിപ്ലിനറി ആക്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു മെമ്മോ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മറുപടി കൊടുത്തു. അപ്പോൾ ഈ 2 സൈഡും കണ്ട വ്യക്തി എന്നുള്ള നിലയ്ക്ക് ജോലിയിലെ മികവ് കാട്ടിയിട്ടില്ല എന്ന കാരണം കൊണ്ട് ജോലി പോകുകയോ ജോലിയിൽ നടപടി നേരിടേണ്ട സാഹചര്യം പൊതുമേഖലാ ബാങ്കുകളിലില്ല. ശരി, ഇപ്പോൾ ഇത് പൊതുമേഖലാ ബാങ്കുകൾ, ഒട്ടേറെ സ്വകാര്യ ബാങ്കുകളുണ്ട്. ഇവിടെയൊക്കെയുള്ള അവസ്ഥ അങ്ങേയറ്റം നമ്മളെയൊക്കെ നിരാശപ്പെടുത്തുന്നത് തന്നെയാണ്. ഇത്തരത്തിലേക്കുള്ള സ്ട്രെസ്സിനെ കുറിച്ചൊക്കെ പലരും വ്യക്തിപരമായി തന്നെ നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ശ്രീ ആദികേശവൻ, അതിൽ ചില സ്ത്രീകളൊക്കെ പറയുന്നത് ഇപ്പോൾ രാവിലെ 8 മണിക്കൊക്കെ ഡ്യൂട്ടി തുടങ്ങും, 5 മണി 5:30 ആയാലും ഇവർക്കൊന്നും വീട്ടിലെത്താൻ കഴിയുന്നില്ല. പിന്നീട് ഏതാണ്ട് 12 മണിക്കൂർ വരെ അവർ ഡ്യൂട്ടിയിൽ തുടരുകയാണ്. അതിനുശേഷം ഒരു ലീവ് പോലും, ഒരു സിക്ക് ലീവ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്. ഒരുപക്ഷെ ചെറിയ കുഞ്ഞുങ്ങളുള്ള, പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഈ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ അവരുടെ വീട്ടിലേക്ക് ചെന്ന് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയൂ. അത്തരത്തിലേക്ക് ലീവ്, കൂടുതലായി ഒരു ലീവ് ആവശ്യം വരുമ്പോൾ അത് ചോദിക്കുകയാണ്. ന്യായമായ ആവശ്യമായിരിക്കാം, പക്ഷേ അത് ചോദിക്കുമ്പോൾ അതിനുടനെ ട്രാൻസ്ഫർ ചെയ്ത് കളയുമെന്നുള്ള തരത്തിലേക്കുള്ള ഭീഷണി. അപ്പോൾ തീർച്ചയായും ജോലി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ഈ ജോലി സമ്മർദ്ദത്തിന് പുറകെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ ഈ മരണത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചല്ലോ, അതിൽ ചില കണക്കുകളൊക്കെ നമുക്കുണ്ട്. 2016 ഒരു ബാങ്ക് മാനേജർ, അത് ഒക്ടോബർ 25-നാണ്, ബാംഗ്ലൂരുവിലാണ്, നമ്മുടെ നാട്ടിലല്ല, 29 വയസ്സുകാരനായ ഒരു ബാങ്ക് ഓഫീസർ, അന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പത്രങ്ങളിലെ
പ്രധാന തലക്കെട്ടായി വന്നു. അതിനുശേഷം 2017 ആയപ്പോൾ വീണ്ടും ഒരു സ്ത്രീയുടെ വാർത്ത, അതൊരു നവവധുവായിരുന്നു, അവർ ബാങ്ക് ഓഫീസറായിരുന്നു, ആത്മഹത്യ ചെയ്തത് വലിയ വാർത്തയായി വന്നു. 2018 ആകപ്പോഴേക്കും ഇതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന കാര്യമാണ്. തീവണ്ടിക്ക് മുന്നിൽ ചാടി ഒരു ആൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യം വന്നു. പിന്നീട് ആ കണക്കുകൾ കൂടി വരുന്നതാണ് കണ്ടത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പാലക്കാട്ടും അതുപോലെ ഗുരുവായൂരിലുമൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലേക്കുള്ള ആത്മഹത്യകൾ, വാഹനാപകടങ്ങളിൽ മരിക്കുന്നു, കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ അതൊക്കെ ബാങ്ക് ഉദ്യോഗസ്ഥരാണ്, ഇത്തരത്തിൽ തലപ്പത്തിരിക്കുന്ന ആളുകളാണ് എന്നുള്ളത് നിർഭാഗ്യകരം തന്നെയാണ്. എന്തായാലും അതിൽ താങ്കളുടെ നിരീക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇനി പോകുന്നത് കെ ജയകൃഷ്ണൻ. അനുജ ഇത്രയും പറഞ്ഞത് കൊണ്ട് ഒരു സെക്കൻഡ് മാത്രം പറയൂ. അതായത് ഈ കണക്കിൻ്റെ ഞാൻ പറഞ്ഞത് അനുജ, നമ്മൾ കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ ആത്മഹത്യ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നു, വർക്കിൻ്റെ സമ്മർദ്ദം മൂലം ഉണ്ടാകുന്നു, മറ്റ് പല മേഖലകളിലും ആത്മഹത്യകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണക്കിൻ്റെ ഒരു തോത് നോക്കി വേണം, അത് വ്യാപകമാണോ, അതൊരു ആശങ്കാജനകമായ ഒരു ട്രെൻഡായിട്ട് മാറുകയാണോ, അതോ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ, നേരിടേണ്ട പ്രശ്നം തന്നെയാണ്. പക്ഷേ ഊതി വീർപ്പിക്കേണ്ട ഒരു വലിയൊരു ട്രെൻഡായിട്ട് ഞാനതിനെ ഇപ്പോൾ തൽക്കാലം കാണാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇതിലിപ്പോൾ ഈ പഠന റിപ്പോർട്ടുകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന തൊഴിൽ ഇടങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് ബാങ്കിങ് മേഖലയെന്നാണ്. ഇതൊക്കെ ഈ ചില സംഘടനകളൊക്കെ അവർ ഔദ്യോഗികമായി തന്നെ നടത്തുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടുകളാണ്. പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഇത് വ്യാപകമായി നടക്കുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ ആ രീതിയിലേക്കാണോ ശ്രീ ആദികേശവൻ? എനിക്ക് അതിലൊരു വ്യക്തിപരമായി എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. കാരണം ഇതിലിപ്പോൾ ഒരാളാണെങ്കിൽ പോലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സ്വപ്നയുടെ കാര്യം നമുക്കെടുക്കാം. അവർ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ജോലിയിൽ എനിക്ക് നന്നായി ശോഭിക്കാൻ കഴിയുന്നില്ല, ജോലി സമ്മർദ്ദം എന്നൊരു കാര്യം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ എഴുതി വയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഗൗരവതരമായി തന്നെ കാണേണ്ടതല്ലേ? വ്യാപകമായി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കിയാണോ നമ്മളൊരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ സമ്മതത്തോടു കൂടി, കാരണം ഞാൻ സമയം കുറച്ചധികം എടുക്കുന്നു, എന്നാലും ഈ വിഷയം വളരെ പ്രസക്തമായതുകൊണ്ട് ഞാൻ ഇതേപോലെ സമ്മർദ്ദം അനുഭവിച്ച വ്യക്തിയാണ് അനുജ. ഞാൻ ഈ ജോലി തിരക്കിനിടയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ എന്നെക്കൊണ്ട് ഇനി ബാങ്കിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നില വരെ എത്തി. അതേസമയം അതിനെ മറികടന്ന ഒരു വ്യക്തിയാണ്. ഇതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒരു 30-35 വർഷം ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പം എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ IAS സിവിൽ സർവൻസിൻ്റെ ഇടയിലുണ്ട്, പോലീസ് ഓഫീസേഴ്സിൻ്റെ ഇടയിലുണ്ട്, സ്പോർട്സ്മെൻ വരെ എത്രയോ പേരെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് ആർക്കാണ് സമ്മർദ്ദം ഇല്ലാത്തത്? ഏത് മേഖലയിലാണ് സമ്മർദ്ദമില്ലാത്തത്? എനിക്ക് ജേർണലിസ്റ്റിൻ്റെ ഇടയ്ക്ക് എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും സമ്മർദ്ദമുണ്ട്. കാരണം ഇന്ന് ഞാനും ഒരു മുൻകാല പത്രപ്രവർത്തകനാണ്. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരടക്കം പണ്ടില്ലാത്ത വിധത്തിലുള്ള സമ്മർദ്ദം ഇന്ന് ആ പത്രസ്ഥാപനത്തിലുണ്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമ്മർദ്ദത്തിൻ്റെ തോത് നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റത്തിനനുസൃതമായി അത് നല്ലതോ ചീത്തയോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നേയില്ല. സമ്മർദ്ദം കൂടി വരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടും സംഘടനാപരമായിട്ടും സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ശരിക്കും നാം അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നം. സ്ട്രെസ്, അതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രെസ്സിനെ ഈ ആ സംഘടനാ തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ സ്ട്രെസ് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വരുന്ന സ്ട്രെസ്സിനെ ഇപ്പോൾ അനുജയ്ക്ക് അവതരിപ്പിക്കുമ്പോൾ അനുജ തീർച്ചയായിട്ടും മറ്റൊരു അവതാരക അല്ലെങ്കിൽ അവതാരകനുമായിട്ടും തീർച്ചയായിട്ടും താരതമ്യം ചെയ്യപ്പെടും. ആ സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ നാം എങ്ങനെ മറികടക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സംഘടന എങ്ങനെ നമ്മളെ അതിനെ മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നു, ഇതൊക്കെയാണ് നാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ. ശരി, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീകുമാർ കൂടി നമുക്ക് തത്സമയം ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഇതിലിപ്പോൾ ആദികേശവൻ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും സ്വാഭാവികമായി ഉള്ളതാണ് സ്ട്രെസ്. പക്ഷേ ഇതിൽ ചില മേഖലകളൊക്കെ തരം തിരിച്ച് വരുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു മേഖല എന്നത് ബാങ്കിങ് മേഖലയാണ് എന്നത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ആധികാരികമായി അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഈ യൂണിയനുകളുടെയൊക്കെ ഇടപെടൽ അത് വളരെ കാര്യക്ഷമമായി തന്നെ വേണ്ടതല്ലേ? ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വപ്നയുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, അതിൽ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്നു, അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം അതൊരു ഗൗരവതരമായ പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായും. ഇപ്പോൾ സ്വപ്നയുടെ മരണം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ആൾക്കാർ
തുടർച്ചയായി ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ ബാങ്കിങ് മേഖലയിലെ സമ്മർദ്ദത്തിനെ കുറച്ച് കാണാനും കഴിയില്ല. ഇതിൻ്റെ ഒരു ഒന്നാമത്തെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ബാങ്കിങ്ങിലെ പുതിയ നയങ്ങളായിരിക്കും. ഈ നയങ്ങളുടെ മാറ്റം കാലഘട്ടത്തിനനുസരിച്ച് വരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ആ നയങ്ങൾ മാറി വന്നത് നടപ്പാക്കുന്നതിലെ അശാസ്ത്രീയത. ഈ നയങ്ങൾ തന്നെ പലതും ഇത്തരത്തിലല്ല വേണ്ടതെന്നാണ് സംഘടനകളായ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഞങ്ങൾ ഈ കഴിഞ്ഞ 15-16 തീയതികളിൽ ഒരു പണിമുടക്ക് നടത്തിയത് തന്നെ ഈ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കുമെന്നൊരു പ്രഖ്യാപനം പാർലമെൻറ്റിൽ ധനകാര്യമന്ത്രി നടത്തിയതിനെ തുടർന്നാണ്. ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കും, 2 ബാങ്കുകളെ പിന്നീട് 4 ബാങ്കുകളെ എന്ന് പറഞ്ഞു. അപ്പോൾ ബാങ്കുകളെയൊക്കെ ലയിപ്പിച്ച് അതിൻ്റെ നമ്പർ കുറയ്ക്കുന്നു. നമ്പർ കുറച്ചിട്ട് അവരത് ക്രമേണ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ആണെന്നുള്ളത് വളരെ വ്യക്തമായി ഈ ധനമന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി വന്നിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കഴിഞ്ഞ മാസം പണിമുടക്കുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ആ നയങ്ങളെ തന്നെ ഞങ്ങൾ എതിർക്കുന്നവരാണ് സംഘടനകൾ. നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായി പൂർണ്ണമായും അനുയോജ്യമായ രീതിയിലല്ല ഈ നയങ്ങൾ നടപ്പാക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലുകളാണ് പൊതുമേഖല. ഒരു കാലത്ത് സ്വകാര്യ മേഖലയിൽ നിന്ന ബാങ്കുകൾ അത് നിരന്തരം ആളുകളുടെ പണം മുക്കിക്കൊണ്ട് പൊളിയുകയും അതുപോലെ തന്നെ ജീവനക്കാരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് 69-ൽ ദേശസാൽക്കരിക്കപ്പെട്ടത്. അതിനുശേഷം ഈ ബാങ്കിങ് മേഖലയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലൊക്കെ വന്നിട്ടുള്ള വലിയ മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പല റവല്യൂഷൻസ്, ഗ്രീൻ റവല്യൂഷൻ തുടങ്ങി പല റവല്യൂഷൻസും നമ്മുടെ നാട്ടുമ്പുറങ്ങളുടെ ഗ്രാമങ്ങളുടെ വികസനവും ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നതാണ്. അതിനുശേഷമാണ് 93 മുതൽ ഒരു നയംമാറ്റം വന്നത്. ദർ ഈസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ് ആ നയംമാറ്റത്തിലേക്ക് പോയത്. അത് സംഘടനകൾ അതിൻ്റെ പ്രതിലോമകരമായ വശങ്ങളെ എതിർക്കുമ്പോഴും മറ്റൊരു വശത്തു കൂടി അത് നടപ്പായി വരുന്നു. അത് ഒരു പക്ഷേ ലോകത്തിൻ്റെ പൊതു സഞ്ചാരക്രമത്തിന് അനുസൃതമായിട്ട് അവരത് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സമ്മർദ്ദം ഒരു പക്ഷേ സ്വകാര്യ ബാങ്കുകളെക്കാൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പൊതുമേഖലാ ബാങ്കുകളാണെന്ന് പറയണം. കാരണം പൊതുമേഖലാ ബാങ്കുകളിൽ ഈ സർക്കാരിൻ്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെല്ലാം നടപ്പാക്കണം. സർക്കാരിൻ്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളും അവർ നടപ്പാക്കുന്ന പദ്ധതികളും പൊതുമേഖലാ ബാങ്കുകൾ നടപ്പാക്കാൻ നിർബന്ധിതരാണ്. ഈ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പണിംഗ് ഉണ്ടായിരുന്നല്ലോ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ്. അത് 40 കോടിയിലധികം അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്തത്. അതിൽ 97% പൊതുമേഖലാ ബാങ്കുകളാണ് ഓപ്പൺ ചെയ്തത്. അതൊരു നിശ്ചിത കാലഘട്ടത്തിലാണ്. മറ്റെല്ലാ പണികളും മാറ്റിവെച്ചുകൊണ്ടാണ് ആ ജോലിയിലേക്ക് ജീവനക്കാർ മുങ്ങിത്താഴുന്നത്. അതുപോലെ തന്നെ നിരവധി സർക്കാരിൻ്റെ തന്നെ പെൻഷൻ പദ്ധതി, അതൽ പെൻഷൻ യോജന അതുപോലുള്ള പെൻഷൻ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതികൾ, ഇങ്ങനെ മുദ്ര ലോണ്, ഇങ്ങനെയുള്ള ലോണുകളിലായാലും ഡെപ്പോസിറ്റുകളിലായാലും ഒക്കെ സർക്കാർ പറയുന്ന അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നവസ്വകാര്യ ബാങ്കുകളോ സ്വകാര്യ ബാങ്കുകളോ അതിനകത്ത് വേണ്ടത്ര ഇൻവോൾവ് ചെയ്യുന്നില്ല, അവരെ നിർബന്ധിക്കുന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. അതിനോടൊപ്പമാണ് നവസ്വകാര്യ ബാങ്കുകളിലെ ലാഭാധിഷ്ഠിതം മാത്രമായിട്ടുള്ള പരിപാടികളും ഈ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പുറമെ തേർഡ് പാർട്ടി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് കമ്പനികളുടെ ഇൻഷുറൻസ് പ്രോഡക്ട്സ് വിൽക്കുക, അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് കോയിൻസ്, ഗോൾഡ് ബോണ്ട്സ്, ഇങ്ങനെ തുടങ്ങി നിരവധിയായ 100 കണക്കിന് തേർഡ് പാർട്ടി പ്രോഡക്ട്സാണ് ഇതിനകത്ത് വിൽക്കാൻ നിർബന്ധിതരായിത്തീരുന്നത്. അതുപോലെ ഈ ബാങ്കിങ് നയം മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ വൻകിട ലോണുകൾ യഥാർത്ഥത്തിൽ ബാങ്കുകളുടെ താഴെത്തട്ടിൽ നിന്ന് കൊടുക്കുന്നതല്ല, വൻ തട്ടിൽ നിന്ന് കൊടുക്കുകയും അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷത്തിനകം 6,73,000 കോടി രൂപയുടെ ലോണുകൾ എഴുതിത്തള്ളിയിട്ടുണ്ട്. 5-6 ലക്ഷം രൂപയുടെ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കുകൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനകം 13 ലക്ഷത്തിലധികം കോടി രൂപ ലാഭം നേടിയിട്ടുണ്ട്, പ്രവർത്തന ലാഭം നേടിയിട്ടുണ്ട്. പക്ഷേ ഈ എഴുതിത്തള്ളലും പ്രൊവിഷനിങ് വരുമ്പോഴത്തേക്ക് പല ബാങ്കുകളും നഷ്ടത്തിൽ പോകുന്നു, ചിലത് നോൺ. അപ്പോൾ ഈ നഷ്ടം നികത്താനായിട്ട് എങ്ങനെയാണ് നഷ്ടം വരുന്നത്? ഈ എഴുതിത്തള്ളുന്ന ലോണുകളിൽ ഒരു 80-85% വളരെ മെജോറിറ്റിയും വൻകിട ലോണുകളാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അല്ലാതെ ചെറിയ ആൾക്കാരുടെ ലോണുകളല്ല, അതുകൊണ്ട് അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടൊന്നും ബാങ്കുകൾ തകർന്നു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ വൻതോതിൽ എഴുതിത്തള്ളേണ്ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കുകൾ നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ ലാഭക്ഷമത കുറഞ്ഞ നിലയിലേക്കോ പോകുന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അത്തരത്തിൽ വൻകിടക്കാർക്ക് ലോൺ കൊടുത്തുകൊണ്ട് ക്രമാതീതമായും ക്രമം വിട്ടും ലോൺ കൊടുത്തുകൊണ്ട് അത് എഴുതിത്തള്ളിയിട്ട്
ആ ലാഭക്ഷമതയ്ക്ക് വേണ്ടി മറ്റ് പണികൾ ചെയ്യിക്കുകയാണ്. ഈ NPA റിക്കവറി ചെയ്യണം, അത് NPA ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ബേസിക് ബാങ്കിങ് പ്രവർത്തനം ചെയ്യുന്നതോടൊപ്പം തന്നെ നൂറുകണക്കിന് തേർഡ് പാർട്ടി പ്രോഡക്ട്സ് അത് ദിവസം പ്രതി എല്ലാ ദിവസവും ലോഗിൻ ഡേയ്സ് എന്നാണ് ബാങ്കുകൾ പറയുന്നത്. എല്ലാ ദിവസവും ലോഗിൻ ഡേയ്സ് ആണ്. ലോഗിൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇന്ന പ്രോഡക്റ്റാണ്, അതിൻ്റെ ഇത്ര ടാർഗറ്റ് നിങ്ങൾ എത്തിച്ചിരിക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം അടുത്ത ലോഗിൻ ഡേ ആണ്, അടുത്ത പ്രോഡക്റ്റ്. ഇങ്ങനെ എല്ലാ ദിവസവും ലോഗിൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രോഡക്റ്റുകൾ അത് ഒരു എന്താണ് പ്രദേശത്തിന് അനുയോജ്യമാണോ ആ പ്രദേശത്ത് അതിനത്രയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഈ നിർബന്ധം ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീകുമാർ കെ ജയകൃഷ്ണൻ, ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഇപ്പോൾ മരണമടഞ്ഞത് ഒരു ഓഫീസറായി പ്രൊമോഷൻ കിട്ടി കണ്ണൂർ കൂത്തുപറമ്പിലെ തുക്കിലങ്ങാടി ശാഖയിലേക്ക് വന്ന സ്വപ്നയാണ്. ഇപ്പോൾ ഇതിൽ പുതിയ വാണിജ്യ നയങ്ങളുണ്ട്, തന്ത്രങ്ങളുണ്ട്. ഇപ്പോൾ ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ അതൊക്കെ ബാങ്കുകൾ അത് അവരുടേതായ രീതിയിൽ നടപ്പാക്കുന്നു. ഒപ്പം ഈ ടാർഗറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നുണ്ട്. അതിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിക്ഷേപമുണ്ട്, ലോണുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഈ തേർഡ് പാർട്ടി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് വേറെ ഒന്നുണ്ട്. ഇങ്ങനെ ഈ ടാർഗറ്റിൻ്റെ പേരിൽ ഈ വാണിജ്യ തന്ത്രങ്ങൾ പുതിയത് മെനയുന്നു, പുതിയ പോളിസി ഇതൊക്കെ ഉണ്ട്. അതിനിടയ്ക്കാണ് ഈ ടാർഗറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ ഇത്തരത്തിൽ ഇതിനിടയിൽ എരിഞ്ഞു തീരുന്ന ഒട്ടേറെ ജീവനുകളുണ്ട്. അതിലൊരു ജീവനാണ് കഴിഞ്ഞ ദിവസം പൊലിഞ്ഞു പോയത്. അത്തരം ഒരു സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് ഒരു സംഘടന എന്ന നിലയിലേക്ക് ഏത് തരത്തിലേക്ക് കൈകാര്യം ചെയ്തിട്ടുള്ള അനുഭവമാണുള്ളത്? ജയകൃഷ്ണൻ. താങ്ക് യു അനുജ. ആദ്യമായിട്ട് നമ്മുടെ ഒരു സഹപ്രവർത്തക ശ്രീമതി സ്വപ്നയുടെ അകാല വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞ കാരണങ്ങൾ പ്രതിഷേധാർഹവുമാണ്. ഞാനിവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് ശ്രീ ആദികേശവൻ സാർ പറഞ്ഞ ഒരു അഭിപ്രായത്തോടുള്ള വിയോജിപ്പോടു കൂടിയാണ്. കാരണം എത്ര പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ എത്രയുണ്ട് എന്നുള്ളതല്ല ഒരു ഇൻഡസ്ട്രിയിലെ സുരക്ഷിതത്വത്തിൻ്റെ മാനദണ്ഡം. ഒരു ഇൻഡസ്ട്രിയിൽ ഭയഭേദമന്യേ പ്രഷർ ഇല്ലാതെ എങ്ങനെ വർക്ക് ചെയ്യാമെന്നുള്ളതാണ് ആ ഇൻഡസ്ട്രിയിലെ ജോലി സുരക്ഷയുടെ ഒരു മാനദണ്ഡം. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതല്ല, പ്രഷർ എങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ആ സ്ഥിതിയിൽ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ആളുകൾ തന്നെ, ഉദ്യോഗസ്ഥരിൽ തന്നെ താഴെ സബോർഡിനേറ്റ് സ്റ്റാഫ് മുതൽ ചെയർമാൻ വരെയുള്ള ആളുകൾ എല്ലാ ബാങ്കുകളിലുമുണ്ട്. അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും, അവരുടെ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വ്യത്യാസമായിരിക്കും. അത് ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല. പ്രഷറിനുള്ള പ്രധാന കാരണങ്ങളെപ്പറ്റി നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞാൻ കുറച്ച് സീനിയറായ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളൊക്കെ ജോയിൻ ചെയ്ത സമയത്ത് ബാങ്കിങ് ഒരു സർവീസായിരുന്നു. ഇപ്പോൾ ബാങ്കിങ് ബിസിനസ്സായി. സർവീസിൽ നിന്നും ബിസിനസ്സിലേക്കുള്ള മാറ്റത്തിനിടയിൽ ആ സോഷ്യൽ ഒബ്ലിഗേഷനോ അല്ലെങ്കിൽ സാധാരണക്കാരെ സർവേ ചെയ്യുന്നതോ മാറിയിട്ട് ലാഭത്തിലേക്ക് മാറ്റം വന്നു. ലാഭത്തിലേക്ക് മാറ്റം വന്നപ്പോൾ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ട മാർഗങ്ങളിലേക്ക് ബാങ്കിങ് സെക്ടർ തിരിഞ്ഞു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ തേർഡ് പാർട്ടി പ്രോഡക്ട്സ് വിൽപ്പന, ഇൻഷുറൻസ് വിൽപ്പന തുടങ്ങിയ നോർമൽ ബാങ്കിങ് ബിസിനസ്സിന് പുറമേ വരുന്ന ജോലിഭാരം കൂടി ബാങ്കിങ് അധികാരികളിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൂടാതെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാങ്കുകളുടെ ലാഭത്തെ കാർന്നു തിന്നുന്ന രീതിയിൽ NPA ഇൻക്രീസ് ചെയ്തപ്പോൾ അതിലെ ഒരു 80% കൂടുതൽ NPA കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടേതാണ്. ആ കോർപ്പറേറ്റുകളെ തിരിച്ചു പിടിക്കാൻ, കോർപ്പറേറ്റുകളുടെ കിട്ടാക്കടം തിരിച്ചു പിടിക്കാൻ ഗവൺമെൻറ് ഒരു പോളിസി കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ NPA കുറയ്ക്കണമെങ്കിൽ അത് റീറ്റെയിൽ ബാങ്കിങ്ങിൽ തന്നെ ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ NPA കുറയ്ക്കുന്നതിന് വേണ്ട ശ്രമവും ബാങ്കുകളിലേക്ക് എത്തിപ്പെട്ടു, ബാങ്ക് മാനേജേഴ്സിലേക്ക് എത്തിപ്പെട്ടു. ഈ പ്രഷർ വരുന്നത്, മുകളിൽ നിന്ന് പ്രഷർ വന്നാൽ അത് ഓഫീസർ സർവീസ് റെഗുലേഷൻ്റെ പരിധിയിൽ വരുന്ന ഓഫീസർമാരിൽ വന്ന് അവസാനിക്കുന്നു. കാരണം താഴെ അത് അവാർഡ് സ്റ്റാഫിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിൻ്റെ പരിരക്ഷ ഉള്ളതുകൊണ്ട് ഒരു പരിധിയിലപ്പുറം പ്രഷർ അവിടേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രഷർ മുഴുവൻ വന്ന് അവസാനിക്കുന്ന ഒരു സ്ഥലം
എന്ന് പറയുന്നത് ബാങ്കിലെ ഓപ്പറേഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഓഫീസർമാരാണ്. അതിന് പുറമെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടെക്നോളജി അപ്ഗ്രഡേഷൻ്റെ പേരിൽ അത് ബാങ്ക് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നതോ ബാങ്കിങ് സെക്ടറിൽ ഓഫീസേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതോ കുറച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഫലത്തിൽ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല. നമുക്കറിയാം 87 മുതൽ ഏകദേശം 2005 വരെ റിക്രൂട്ട്മെൻറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ വളരെ ചെറിയ തോതിൽ മാത്രമാണ് റിക്രൂട്ട്മെൻ്റ് ഉള്ളത്. പക്ഷേ ബാങ്കിങ് സെക്ടർ വളരെ പുരോഗതി പ്രാപിച്ച 80s ആദ്യവും 70s അവസാനവും ഉള്ള ആളുകളെല്ലാം വളരെ കൂടുതൽ റിട്ടയർ ചെയ്തപ്പോൾ സ്റ്റാഫിൻ്റെ അപര്യാപ്തത വളരെ വലിയ തോതിൽ ബാങ്കുകളിൽ ബ്രാഞ്ചുകളിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ഈ രണ്ട് കാര്യങ്ങൾ. എന്നാൽ ടെക്നോളജി അപ്ഗ്രഡേഷൻ ഒരു 20% കൂടുതൽ ജനത അഡാപ്റ്റ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കസ്റ്റമേഴ്സിനെ ബാങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട അവസ്ഥയും വളരെ കൂടുതൽ വരുന്നു. അപ്പം ഇത് രണ്ടും വളരെയധികം പ്രഷർ തരുന്ന കാര്യങ്ങളാണ്. ഈ സമയത്ത് ഓരോ കാര്യങ്ങളും അന്നന്നത്തെ ദിവസം തീർത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ബാങ്ക് ഓഫീസേഴ്സിന് വന്നു ചേർന്നിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ജോലി ചെയ്യുന്നത് ജീവിക്കാനാണ് എന്നുള്ള സ്ഥിതിയിൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന സ്ഥിതിയിലേക്ക് സിറ്റുവേഷൻ മാറ്റപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ണടച്ച് കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ വീട്ടിലെത്തുന്ന സമയം 9 മണിയോ 9 മണി കഴിഞ്ഞോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം 8 മണിക്ക് മുമ്പോ ഒക്കെ ആകുമ്പോൾ, അതുപോലെ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റി ഉള്ള ഒരു വിഭാഗമാണ്. അവർക്ക് വീട്ടിനടുത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ വീട്ടിൽ നിന്നും ദൂരെ മാറി താമസിക്കുമ്പോൾ വീട്ടുകാരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ സഹായമില്ലാതെ വരുമ്പോൾ ബാങ്കും അതുപോലെ തന്നെ വീടും ഒരുമിച്ച് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് വളരെയധികം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതിലെ ഒരു ഇര തന്നെയാണ് സ്വപ്ന എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതാണ് അപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം. അതായത് ഇതിപ്പോൾ താങ്കൾ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. ഇത്തരത്തിലേക്കുള്ള ഈ പ്രശ്നങ്ങൾ, ഓഫീസർമാരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താങ്കൾക്ക് കൃത്യമായി അറിയുകയും ചെയ്യാം. ഒരു സംഘടന എന്ന നിലയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയും അത് പരിഹരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത്തരത്തിലേക്കൊക്കെ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ സംഘടനയുടെ ശ്രദ്ധയിൽപ്പെടുകയും സംഘടന അതിനുവേണ്ട ശക്തമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അതിലെ ഒരു മുന്നിലുള്ള ഒരു വിഘാതം എന്ന് പറയുന്നത് ഈ സംഘടനകൾ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ സംഘടനകൾ ശക്തമായിട്ട് കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയും ആ ഉന്നയിക്കുന്ന കാര്യങ്ങളിലെ യഥാർത്ഥ സ്ഥിതികൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മാനേജ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ ഈ കാര്യത്തിന് വളരെയധികം ആശ്വാസമുണ്ട്. പക്ഷേ ചില അവസരങ്ങളിൽ മത്സരബുദ്ധിയുടെ പേരിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ്റെ പേരിൽ ബാങ്കുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഈ സംഘടനകളുടെ അഭിപ്രായങ്ങളെ കേൾക്കാൻ ശ്രമിക്കാത്ത ഒരവസ്ഥ വരും. നമ്മുടെ കേരളത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് പലതിൻ്റെയും ഹെഡ് ഓഫീസുകൾ നമുക്ക് കേരളത്തിലാണെന്ന് നമുക്കറിയാം. ആ ബാങ്കുകളുടെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ സംഘടനകൾ ചെറുക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഒരു 3-4 സംഘടനാ നേതാക്കളെ പിരിച്ചുവിടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഈ പിരിച്ചുവിട്ട സംഘടനാ നേതാക്കളുടെ പിരിച്ചുവിടലിൻ്റെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏകദേശം 1 വർഷത്തോളം ധനലക്ഷ്മി ബാങ്കിലെ ഒരു പിരിച്ചുവിടലിനെതിരെ 1 വർഷത്തോളം സംഘടന സമരം ചെയ്തെങ്കിലും ഇത് മുഖവിലക്കെടുക്കാനായിട്ട് ഗവൺമെൻറ്റോ ബാക്കി സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗത്തിനപ്പുറം പൊതുജനങ്ങളോ വന്നില്ല. അപ്പോൾ സംഘടനകളുടെ റെസിസ്റ്റൻസ് കൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ആളുകൾക്ക് ഒരു കംഫർട്ട് ലെവല് കിട്ടുന്നത്. അഥവാ സംഘടനകൾ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മാനേജ്മെൻറ്റുകൾ അംഗീകരിക്കുന്ന സ്ഥലങ്ങളിൽ ഇതിന് വളരെയധികം ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഒറ്റപ്പെട്ട സംഭവം പോലും, ഒരു വ്യക്തിയുടെ സൂയിസൈഡ് പോലും ഈ പ്രഷറിൻ്റെ കാര്യത്തിലുള്ളത് നമുക്ക് ഒരു കാരണവശാലും താങ്ങാൻ കഴിയുന്നതല്ല. ശരി, അതിനെതിരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഞാൻ കൺസൾട്ടന്റ് സൈക്കിയാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മനിലേക്ക് പോകുന്നു. ഡോക്ടർ എൽസി ഉമ്മൻ, ഞാൻ ഒരൽപ്പം വൈകിയാണ് താങ്കളിലേക്ക് എത്തുന്നത്, ക്ഷമിക്കണം. ഇതിൽ കഴിഞ്ഞ ദിവസം സ്വപ്നയുടെ മരണം, അതിനുശേഷം പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അവരുടെ ഭർത്താവ് 2 വർഷം മുൻപ് മരിച്ചതാണ്. 2 കുഞ്ഞുങ്ങൾ മാത്രമാണുള്ളത്, സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ. അവരെ ഒറ്റയ്ക്കാക്കി ഇങ്ങനെ പോയത് എന്തിനാണ്? എന്തായാലും നല്ല ശമ്പളമൊക്കെയുള്ളൊരു ജോലിയാണല്ലോ, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ശരിയല്ലല്ലോ, ആ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതായല്ലോ എന്നൊരു ചോദ്യം അത് പലരും ചോദിക്കുന്നത് കേട്ടു.
ഈ ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ചെറുതായ ഒന്നല്ല, നമുക്കതിനെ ഒരിക്കലും നിസ്സാരവത്കരിച്ച് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല എന്നൊരവസ്ഥ, ഈ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് തനിക്കിനി ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ, ഇതൊക്കെ തന്നെ ആയിരിക്കുമോ സ്വപ്ന ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത്? നമുക്കിപ്പോൾ സ്വപ്നയിലേക്ക് മാത്രം ഇത് വ്യക്തി കേന്ദ്രീകൃതമായി ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമല്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സ്വപ്ന എന്ന ചെറുപ്പക്കാരി ഇങ്ങനൊരു കൃത്യത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു പക്ഷേ ഈ സമ്മർദ്ദം എന്നുള്ളത് വലിയൊരു ഘടകമായി തന്നെ മാറിയിരിക്കാം എന്നല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? തീർച്ചയായിട്ടും ആധുനിക മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് സ്ട്രെസ് എന്നുള്ളത്. സമ്മർദ്ദം ഒഴിഞ്ഞുള്ളൊരു ജീവിതമില്ല. ഒരു കുഞ്ഞു ലോകത്തോട്ട് വരുമ്പോൾ തന്നെ സമ്മർദ്ദവുമായിട്ടാണ് വരുന്നത്. അത് എല്ലാ മേഖലയിലും, ഏത് തൊഴിലിൻ്റെ മേഖലയിലും ഈ സമ്മർദ്ദമുണ്ട്. നമുക്ക് സമ്മർദ്ദം ഒഴിഞ്ഞിട്ടൊരു ജീവിതവുമില്ല. പിന്നെ എങ്ങനെ നമുക്കിതിനെ മറികടക്കാം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത്. സമ്മർദ്ദം പല തലത്തിൽ വരാം. ഇപ്പോൾ അനുജ പറഞ്ഞ മാതിരി നമുക്ക് വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ, ജീവിത നഷ്ടങ്ങൾ വരുമ്പോൾ അത് ജീവിത പങ്കാളിയാകാം, അല്ലെങ്കിൽ ധനനഷ്ടമാകാം, മാനനഷ്ടമാകാം. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യയുടെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് അത് മാറുന്നു. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മറ്റ് പ്രശ്നങ്ങൾ, അതായത് സപ്പോർട്ട് സിസ്റ്റം ഇല്ലായ്ക വരിക, ജോലിസ്ഥലത്തെ സമ്മർദ്ദം, കുട്ടികളെ വളർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയും കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഈ സമ്മർദ്ദത്തിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു സ്ഥിതിവിശേഷം എത്തും, ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഒരുപക്ഷെ ഒരു വിഷാദരോഗം മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലായിട്ടായിരിക്കാം വരുന്നത്. ഒരു നഷ്ടം വരുമ്പോൾ തന്നെ ഒരുപക്ഷെ വിഷാദരോഗം അവിടെ ആരംഭിക്കാൻ തന്നെയുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡറെങ്കിലും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ഓൺഗോയിങ് ആയിട്ട് ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു പരിഹാരമോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഒരു ഇന്റർവെൻഷനോ നടക്കാതെ മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ചെറിയ സമ്മർദ്ദം പോലും താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ജഡ്ജ്മെന്റും കൂടെ ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, ഇന്നത് ചെയ്താൽ ഇന്ന ഭവിഷ്യത്ത് വരും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു മനുഷ്യന്റെ കഴിവിനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് മാറും. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ ആരും തന്നെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല, മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല, ഭാവിയെ കുറിച്ച് ചിന്തിക്കണമെന്നില്ല, ഇതൊന്നും ചിന്തിക്കണമെന്നില്ല. ഇതൊന്നും ചിന്തിക്കാതെ ഇനിയും മുന്നോട്ട് എനിക്കൊരു ജീവിതമില്ല, ഇനിയും മുന്നോട്ട് എനിക്കൊരു ലൈഫില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശമില്ല, ഇവിടെ കൊണ്ട് അവസാനിച്ചു, ഇനിയും പോയിട്ട് അർത്ഥമില്ല, എങ്ങനെ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ സ്വയമായിട്ട് ജീവൻ എടുക്കാനായിട്ട് ഒരു മനുഷ്യൻ സ്വയം പ്രേരിതരാകുന്നു. ഇതാണ് സാധാരണഗതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ചർച്ചയുടെ ഹാഫ് മുതൽ കേൾക്കുകയുണ്ടായി. ഇവിടെ ഇരുന്ന സേഴ്സ് പലരും പറയുകയുണ്ടായി സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച്. സ്ട്രെസ് മാനേജ്മെന്റ് സാധാരണ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന്റെ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും സ്ട്രെസ് മാനേജ്മെന്റ് നടത്താറുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പക്ഷെ എത്രമാത്രം അത് എഫക്റ്റീവായിട്ട് നടത്തുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിന് ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാകുന്നത്. ഞാൻ പേഴ്സണലി ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു പേഷ്യന്റ് വരുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് ഇന്റേണലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, അവർക്ക് ചിലപ്പോൾ സെക്ഷൽ ഗ്രീവൻസസ് ആകാം, മറ്റു പ്രശ്നങ്ങളാകാം, അതിനെല്ലാം ഇന്റേണൽ കമ്മിറ്റീസ് എല്ലാം തന്നെ പേരിന് വേണ്ടി ഇഷ്ടം പോലെ കാണും. പക്ഷെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് പറയാനായിട്ടുള്ളൊരു വേദി ഇല്ല എന്നുള്ളതൊരു വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, നിങ്ങൾ പോയി പറയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മിറ്റിയിൽ പോയി റിപ്പോർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ പോലും അവർ പറയുന്നത് പിന്നീട് അത് പ്രശ്നങ്ങളായി വരുമെന്നാണ്. അതായത് ഒരു 5% താഴെ മാത്രമേ ഉള്ളൂ ആത്മാർത്ഥമായിട്ട് ഈ ഓർഗനൈസേഷൻസ് ഒക്കെ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അത്തരം ക്ലാസ്സസ് ഒക്കെ നടത്തിപ്പോരുന്നത്. യൂഷ്വലി സെൻട്രൽ നിന്നും, അവരുടെ സെൻട്രൽ സ്ഥാപനത്തിൽ നിന്നും അവർക്കൊരു ഇൻഫർമേഷൻ വരും, അല്ലെങ്കിൽ ഇത് നടത്തി കൊടുക്കണം, ഇത്ര ക്ലാസ്സസ് നടത്തണം എന്നൊക്കെ ഒരു ഓർഡർ വരുമ്പോൾ ആ ഓർഡർ ഒന്ന് പാലിച്ചു പോകണം. അതിനു വേണ്ടിയിട്ട് മാത്രം നാമധേയ സ്ട്രെസ് മാനേജ്മെന്റ് ക്ലാസ്സസ് ആരെയെങ്കിലും വിളിപ്പിച്ച് എടുത്തു പോകുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് എത്രമാത്രം ഒരു ഇഫക്റ്റീവ്നെസ് ഉണ്ടായി എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യേണ്ടതും ചോദിക്കേണ്ടതും ഒരു കാര്യമാണ്. ഈ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അത് പല തലത്തിൽ പല ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. വ്യക്തിപരമായിട്ട് അതിന് ഉത്തരവാദിത്വമുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്, സമൂഹം എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വമുണ്ട്, സ്ഥാപനത്തിന് ഉത്തരവാദിത്വമുണ്ട്, അവിടുത്തെ ജോലിക്കാരുടെ ഇടയിൽ ഇത്തരം ആക്ടിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ പല ഘട്ടത്തിൽ പല തലത്തിൽ അതിനെ ഇഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രിവെൻഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത്തരത്തിലേക്ക് ഈ ആത്മഹത്യ തടയുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിലേക്ക് സ്ട്രെസ് ഒഴിവാക്കുക, അത് കഴിയുന്നതും ഒഴിവാക്കി നൽകുക, അല്ലെങ്കിൽ അത് കുറച്ചു കൊടുക്കാനെങ്കിലുമുള്ള ഒരു ശ്രദ്ധ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമമെങ്കിലും തീർച്ചയായും ഏതൊരു സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്നതാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. വെൽക്കം ബാക്ക്. പ്രേക്ഷകർ കാണുന്നത് ന്യൂസ് ഈവനിംഗ് ആണ്. നമ്മൾ ചർച്ചയിലേക്ക് തിരികെ പോകുന്നു. ശ്രീ ആദികേശവൻ,
താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു താങ്കൾ ജോലി ചെയ്തിരുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അതിൽ തന്നെ ഒട്ടേറെ ബാങ്കുകളുടെ ലയനം നടന്നിട്ടുണ്ട്. ആ ലയനത്തിന് ശേഷം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ട്. ജീവനക്കാർ, വിരമിക്കുന്ന ജീവനക്കാർ, അതിന് ആനുപാതികമായി നിയമനങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ SBIയിലെ കാര്യം തന്നെ പറഞ്ഞാൽ ക്ലർക്ക് തസ്തിക ഇല്ലാതാക്കി അപ്രന്റീസ്മാരെ നിയമിക്കുന്നു. സ്വീപ്പർ തസ്തിക ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ക്ലർക്ക്, അതുപോലെ അത്തരത്തിലേക്കാണ് ഈ ജോലികൾ പോലും എടുക്കേണ്ടുന്ന ഒരവസ്ഥ ഇതിലെ മുതിർന്ന ജീവനക്കാർക്ക് വരുന്നു. ഒപ്പം പല ശാഖകളും പൂട്ടാനുള്ള ഒരു നിർബന്ധം അത് ഒരു ഭാഗത്ത് അധികൃതർ കാണിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നൽകുന്ന ഒരു സ്ട്രെസ്, ഇതൊക്കെ ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള ജീവനക്കാരെയാണ്, പ്രത്യേകിച്ച് ഈ മേൽത്തട്ടിലിരിക്കുന്ന ജീവനക്കാരെയാണ്. അതിൻ്റെ ഒരു സവിശേഷ സാഹചര്യത്തിൽ കൂടി വേണ്ടേ നമ്മൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ കാണാൻ? അനുജ, ആ ചോദ്യത്തിലേക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞത്, അതായത് നമ്മളെപ്പോഴും ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതൊരു ട്രെൻഡാണോ, അതായത് അതൊരു വലിയ ഒരു രീതിയിൽ മേഖലയെ ആകമാനം ബാധിക്കുന്ന ഒരു രൂക്ഷമായ ഒരു പ്രശ്നമായിട്ട് അത് ഉയർന്നു വരികയാണോ, ആ നിലയ്ക്കാണ് ഞാൻ ആ സൂയിസൈഡിൻ്റെ ഒരു കാര്യം പറഞ്ഞത്. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് ഞാൻ കണക്കുകൾ, ഈ 9 ലക്ഷം ജീവനക്കാരുടെയും മറ്റുള്ള കണക്കുകളൊക്കെ പറഞ്ഞത് ആ നിലയ്ക്കാണ്. അപ്പോൾ വ്യക്തിപരമായി ഒരു സൂയിസൈഡും ഒരാളും ചെയ്യാൻ പാടില്ല എന്നുള്ള തത്വത്തിൽ തന്നെ ഞാനും അത് ബാങ്കിങ്ങിലായാലും ശരി, ബാങ്കിങ് ഇതര മേഖലയിലായാലും ശരി. ഇനി ഇപ്പം അനുജ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞ കാര്യം, അതായത് ആശയപരമായി ഈ വന്നിട്ടുള്ള മാറ്റം നല്ലതാണോ ചീത്തയാണോ, പുതിയ നവ ലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്നൊക്കെ, അതൊക്കെ വേറെ ചർച്ചയിലാവാം നമുക്ക്. പക്ഷേ ഇതൊക്കെ ഈ ഫാക്ട് ഓഫ് ലൈഫാണ്. ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും 1991 ശേഷത്തെ ഇന്ത്യയല്ല അതിന് മുമ്പുണ്ടായിരുന്ന ഇന്ത്യ. അതേപോലെ ബാങ്കുകൾ ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് തന്നെ തുടരണം എന്നുള്ളത് ഇന്ന് പൊതുവെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പോളിസിയാണ്, പൊതുമേഖലാ ബാങ്കുകളടക്കം. കാരണം ലാഭമില്ലാതെ ഈ സ്ഥാപനങ്ങളെ ഞാൻ അത് ശരിയാണ്. അല്ല, ഞാൻ അതിലേക്ക് വരുന്നു. ഞാൻ പറയുന്നത്, അതായത് ലാഭം മാത്രം ഇച്ഛയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലാഭം കണക്കാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഈ സമ്മർദ്ദം വരുന്നത്. സമ്മർദ്ദം തീർച്ചയായിട്ടും ലാഭം കണക്കാക്കി പ്രവർത്തിക്കുമ്പോൾ വരും. ഒരു മാച്ച് കളിക്കുമ്പോൾ ജയിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി കളിക്കുമ്പോൾ തീർച്ചയായിട്ടും സമ്മർദ്ദമുണ്ടാവും. ഇനി എന്താണ് അതിൻ്റെ മറിച്ചുള്ള പോംവഴി? ഈ ലാഭം ഒന്നും അല്ലാതെ സർവീസ്, തികച്ചും സേവനം മാത്രം ചെയ്യുന്ന രീതിയിൽ ഒരു 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 സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുവാനായിട്ട് സാധിക്കുമോ? ഇല്ല എന്നുള്ളതിന് തെളിവ് നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ശമ്പളം കൊടുക്കാൻ തികയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു രീതിയിലുള്ള ടാർഗറ്റോ, ഒരു രീതിയിലുള്ള സമ്മർദ്ദമോ, ഒരു രീതിയിലുള്ള ഡിസിപ്ലിനോ ഒന്നും കൂടാതെ, നിങ്ങൾ കേൾക്കണം അത്, കാരണം പ്രേക്ഷകർ കൂടി കേൾക്കേണ്ട കാര്യമാണ്. അതായത് ഈ യൂണിയൻസും അസോസിയേഷൻസും ഒക്കെ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലുള്ള സമ്മർദ്ദമില്ലായ്മയുടെ പാരമ്യത്തിലുള്ള പ്രവർത്തനം ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യ ആ ഇന്ത്യ അല്ല എന്നുള്ളത് വാസ്തവമാണ്. അതിനി വേണോ വേണ്ടേ എന്നുള്ളത് ആൾക്കാർ ജനം വോട്ടിട്ട് തീരുമാനിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയിൽ സമ്മർദ്ദം ഒരു ഫാക്ട് ഓഫ് ലൈഫായിരിക്കെ ലാഭം സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അത് ഗവൺമെൻറ് ആയാലും ശരി പ്രൈവറ്റ് ആയാലും ശരി, ലാഭം കൊണ്ട് മാത്രമേ, അല്ലാതെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് എത്ര നാൾ നമുക്ക് ഈ പൊതുമേഖലാ ബാങ്കുകളെ പോലും അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്താൻ പറ്റും ഒരു സമ്മർദ്ദവും കൂടാതെ? അപ്പോൾ പിന്നെ സമ്മർദ്ദത്തിൻ്റെ തോതിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. ഇത്രയും വേണോ? അതിനെക്കുറിച്ചൊക്കെ ചർച്ചയാകാം. ഞാൻ അതിലൊന്നും എതിർ പറയുന്നേയില്ല. ഇത്രത്തോളം സമ്മർദ്ദം വേണോ? പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, വ്യക്തികളെന്നുള്ള നിലയ്ക്ക്, കാരണം ഞാനൊരു കുടുംബനാഥം കൂടിയിട്ടാണ്. എൻ്റെ മകൾ നാളെ ബാങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ശ്വേത, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം, ഇതേപോലെ വേറെ സംഭവങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ പറയുമ്പോൾ ബാങ്കിൽ പോകണ്ട എന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ അവളോട് പറയും, ബാങ്കിലെ സമ്മർദ്ദങ്ങളുണ്ടാകും. ബാങ്കിലെ സമ്മർദ്ദങ്ങൾ നേരിടാനുള്ള മാനസികമായ ശക്തിയും ആ ഒരു മനക്കരുത്തും നമ്മൾ വരുത്തിയെടുക്കണം. സംഘടനയ്ക്കും ബാങ്കിനകത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബാങ്കിനകത്ത് തീർച്ചയായിട്ടും, ഞാൻ ടോപ്പ് മാനേജ്മെൻറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് പറയുന്നു,
ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പക്ഷേ ഇതിൽ ശ്രീ ആദികേശവൻ നമ്മുടെ സമയം അവസാനിക്കുകയാണ്. എനിക്ക് മറ്റുള്ളവരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ചുരുക്കിയ ഒരു ചോദ്യം കൂടി ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ ഈ സമ്മർദ്ദം, തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്, ഏതൊരു മേഖലയിലും തൊഴിൽ സമ്മർദ്ദം എന്നുള്ളത് ഉണ്ടാകും. പക്ഷെ ഇപ്പോൾ ഈ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഉള്ള ജീവനക്കാരെയൊക്കെ വെട്ടിക്കുറയ്ക്കുക, എന്നിട്ട് കൂടുതൽ ജോലിഭാരം ഉള്ളവർക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിലെങ്കിലും ഒരു പരിഹാരം കാണാൻ കഴിയില്ലേ മാനേജ്മെന്റിന്? അത്തരം കാര്യങ്ങളിലൂടെ എങ്കിലും ഈ ജോലി സമ്മർദ്ദം കുറച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയില്ലേ? ജോലി സമ്മർദ്ദം അതവിടെ ഉണ്ടാകും, പക്ഷെ ഇത് ഇരട്ടിയാകുന്നത് എന്തുകൊണ്ടോ എന്നതല്ലേ ചോദ്യം. അനുജ അല്ലല്ല, തീർച്ചയായിട്ടും അനുജ, NPA കാര്യങ്ങളൊക്കെ നമ്മൾ, അതായത് അതൊരു പ്രത്യേക മേഖല ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് പറയാനും പറ്റും. ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ കണക്കാക്കിയിട്ട് തന്നെയാണ് ഇപ്പം കൂടുതൽ ഡിജിറ്റൽ എന്നുള്ള രീതിയിലേക്ക് ബാങ്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ബാങ്ക് മാനേജർക്കോ ഒരു ഓഫീസർക്കോ താങ്ങാവുന്നതിലധികം, മാനുവലായിട്ട് ചെയ്താൽ താങ്ങാവുന്നതിലധികം ജോലി ഇന്നുമുണ്ട്. പക്ഷെ നാം ഓർക്കേണ്ടത്, അനുജയടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാരടക്കം ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ ആദ്യം ആരെ എതിർത്തത്? യൂണിയൻസ് അല്ലേ? അപ്പൊ കമ്പ്യൂട്ടർ വന്നുകൊണ്ട് ഗുണമുണ്ടായോ? കമ്പ്യൂട്ടർ വന്നുകൊണ്ടാണ് ഇന്നത്തെ ഇത്രയുമെങ്കിലും സമ്മർദ്ദമുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ശ്രീ ആദികേശവൻ, എനിക്ക് മറ്റുള്ളവരിലേക്ക് കൂടി വളരെ വേഗം പോകേണ്ടതുണ്ട്. നിഷ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാനറ ബാങ്കിലെ മാത്രമല്ല, മറ്റ് പൊതുവെയുള്ള മറ്റ് ബാങ്കിംഗ് മേഖലകളിലൊക്കെ ആളുകൾ നേരിടുന്ന സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത്തരം ഇടപെടലുകളിലൂടെ ഇതൊക്കെ ഒരല്പമെങ്കിലും ഫലം കാണുമെന്ന പ്രതീക്ഷയുണ്ടോ? ഈ സമ്മർദ്ദം എന്താണ്, അതിന്റെ ഒരു അളവ്, അത് എത്തേണ്ടിടത്ത് ഇനിയെങ്കിലും എത്തുമെന്നൊരു പ്രതീക്ഷ? തീർച്ചയായും ഇത്രയും ഒരു വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ കൂടെ ആണെങ്കിൽ പോലും, ഈ ഒരു സാഹചര്യം വന്നിട്ടാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു ചർച്ച വന്നത് വളരെയേറെ ആ ഒരു രീതിയിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഒരിക്കലും ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ എണ്ണം കൂടുതലില്ല എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ഈ മേഖലയിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. എത്ര റെസിഗ്നേഷൻ ആ മേഖലയിൽ വരുന്നുണ്ട്, ഇട്ടിട്ട് പോകുന്നു ആളുകൾ ഒരു രീതിയിലും രക്ഷയില്ലാതെ. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെ അത് കൺസിഡർ ചെയ്ത് തന്നെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. യൂണിയനുകൾക്ക്, ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഒരിക്കലും പണിയെടുക്കാതിരിക്കാനുള്ള ഒരു മാർഗ്ഗമല്ല. കുറച്ച് മുമ്പ് സാർ പറഞ്ഞു യൂണിയനുകൾ ഇടപെടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അതൊക്കെ പഴയ കഥയാണ്. ഈ കുട്ടി അടക്കം ചിലപ്പോൾ ഏതെങ്കിലും ഒരു യൂണിയനിൽ അംഗമായിരിക്കും. പക്ഷെ ആ ഒരു ഇടപെടൽ ആ ഒരു മേഖലയിൽ വരാത്തത് കൊണ്ട് കൂടിയാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മേഖലയിൽ കളക്റ്റീവായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മാധ്യമം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ട്രേഡ് യൂണിയനുകൾ തന്നെയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് വളരെയേറെ ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ ഒരു മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. ആ ഒരു രീതിയിൽ തന്നെ ഇത് കാണണം എന്നുള്ളതാണ് സമൂഹത്തോടും. നമ്മുടെ ചർച്ചയുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. മറ്റുള്ളവരിലേക്ക് പോകാൻ ഇനി എനിക്ക് സമയമില്ല. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ S. ആദികേശവൻ, ജയകൃഷ്ണൻ, ശ്രീകുമാർ, ഒപ്പം തന്നെ നിഷ, ഡോക്ടർ LC ഉമ്മൻ. എന്തായാലും ഒരു ഷോളിൽ തൂങ്ങിയാണ് സ്വപ്ന തൻ്റെ ജീവിതം അവസാനിപ്പിച്ചത്. ഈ ഷോൾ ഉയർത്തുന്ന ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടത് നമ്മൾ ഓരോരുത്തരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ കാത്തിരിക്കുന്നവർ തന്നെയാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കണം. ഇനി ഒരു ജീവൻ പോലും ഇത്തരത്തിൽ പൊലിയാൻ നമ്മുടെ നാട്ടിൽ ഇടവരരുത് എന്നുകൂടിയാണ് ന്യൂസ് ഈവനിംഗ് പ്രതീക്ഷിക്കുന്നത്.